ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ ജനജനിക ചെഹര ഏക്ക് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ്. പാർട്ട് 1, അതായത് ചാപ്റ്റർ 7 ചോദ്യോത്തരം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക. സംബന്ധ് പഹചാനെ അവർ ജോഡ് കർ ലിഖേ, അതാണ് നമ്മൾ ആദ്യം കൊടുത്തത്. സംബന്ധ് ബന്ധം, പഹചാനെ തിരിച്ചറിയുകയും, ജോഡ്കർ ലിഖേ കമ്പയർ ചെയ്യുക, ചേർത്തെഴുതുക. അപ്പോൾ ഇവിടെ കൊടുത്തത് എന്താ നോക്കാം. നദി കാ നാം എന്ന് കൊടുത്തിട്ടുണ്ട്. നദിയുടെ പേര്. മുഖ്യക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ എഴുതി തന്നിട്ടുണ്ട്, നമ്മളത് ശരിയാക്കണം. ഗംഗ എന്നതിൻ്റെ നേരെ മ്യാൻമാർ എന്ന് എഴുതിയിട്ടുണ്ട്. നൈൽ നദി എന്നതിൻ്റെ നേരെ ഭാരതി എന്ന് എഴുതിയിട്ടുണ്ട്. ഇരാവതി എന്നതിൻ്റെ നേരെ ദക്ഷിണ അമേരിക്ക എന്ന് എഴുതിയിട്ടുണ്ട്. ആമസൺ എന്നതിൻ്റെ നേരെ മിശ്ര എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് ശരിയാക്കണം. സഹി മിലാൻ. നദീക്ക നാം മുഖ്യക്ഷേത്ര എങ്ങനെയാണ്? ഗംഗ എന്നതിൻ്റെ നേരെ കൊടുത്തത് മ്യാൻമാർ എന്നാണ്. ഇവിടെ ശരി ഭാരത് എന്നാണ്. ഗംഗ എന്നതിൻ്റെ നേരെ ഭാരത് എന്നാണ് ശരി. നീൽ എന്നാണ് നൈൽ നദി. നൈൽ എന്നതിൻ്റെ നേരെ മിശ്രി എന്നാണ് ശരി. ഇരാവതി എന്നതിൻ്റെ നേരെ മ്യാൻമാർ എന്നതാണ് ശരി. ആമസോൺ ദക്ഷിണ അമേരിക്ക, ഇതാണ് ശരി. ഓക്കെ, അപ്പം ഇനി നമ്മൾക്ക് അടുത്തത് നോക്കാം. സഹി മിലാൻ കരെ. അടുത്തത് സഹി മിലാൻ കരെ. ജനതാക്ക് ചെഹരേക്ക് ചുരിയാം എന്നതിൻ്റെ നേരെ ജനതാക്ക വിരോധി എന്ന് കൊടുത്തിട്ടുണ്ട്. ബന്ദി ഹുയി മുട്ടിയാം എന്നതിൻ്റെ നേരെ ജനതാക്കി പ്രതീക്ഷ എന്ന് കൊടുത്തിട്ടുണ്ട്. ജൽത്താ ഹുവ സിത്താര എന്നതിൻ്റെ നേരെ ജനതാക്ക സംഘർഷ്. അപാർ അകുലാദി ജിന്ദഗി കി ധാര എന്നതിൻ്റെ നേരെ ജനതാക്കി വേദന എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സഹി മിലാൻ കരെ ശരിയായത് ചേർക്കണം. നോക്കാം. ജനതാക്കി ചെഹരേക്ക് ചുരിയാം എന്നതിൻ്റെ നേരെ ജനതാക്കി വേദന എന്നാണ് ശരി. അടുത്തത് ബന്ദി ഹുയി മുട്ടിയാം എന്നതിൻ്റെ നേരെ ജനതാക്ക വിരോധ് എന്നാണ് ശരി. ജൽത്താ ഹുവ സിത്താര ജനതാക്കി പ്രതീക്ഷ. അപാരകുലാദി ജീവൻ കി ധാര ജനതാക്ക സംഘർഷ്, ഇതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. സമാന ആശയവാളി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. സമാന ആശയമുള്ള വരികൾ കവിതയിൽ നിന്ന് ചുൻകർ ലിഖയെ തെരഞ്ഞെടുത്ത് എഴുതുക. എന്താ കൊടുത്തത്? 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. 2 ആശയമാണ് കൊടുത്തിട്ടുള്ളത്. അന്യായിക്ക് വിരോധമേ ആവാസ് ഉഡാനെ വാലേക്ക ലക്ഷ്യേക്ക്, ഇതാണ് 1. അതിൻ്റെ നേരെ നമ്മൾ ഏത് ലൈനാണ് എഴുതേണ്ടത്? ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതണം. എന്താണ്? ജോഷ് മേം യോം താക്കത്ത് സേ ബന്ദി ഹുയി മുട്ടിയോം കാ ലക്ഷ്യേക്ക്, ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഇതാണ് ആ വരികൾ, ഈ ആശയമുള്ള വരികൾ. അന്യായത്തിന് വിരുദ്ധമായിട്ട് സൗണ്ട് ഉയർത്തുക എന്നത് അതും ഒരേ ലക്ഷ്യം തന്നെയാണ്. ഒരേ ഒരു ലക്ഷ്യത്തിലാണ് അന്യായത്തിന് വിരുദ്ധമായിട്ട് സൗണ്ട് ഇടുന്നത്, അതായത് പ്രതികരിക്കുന്നത്. അതിൻ്റെ നേരെ നമ്മൾ ഏത് ലൈനാണ് കവിതയിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത്? ജോഷ് മേ യോം താക്കത്ത് സേ ബന്ദി ഹുയി മുട്ടിയോം കാ ലക്ഷ്യേക്ക, അതാണ്. ഇനി അടുത്തത് എന്താ നോക്കാം. ശോഷിതോം കെ സപ്പനേക്ക ജൽത്താ ലാൽ സിത്താര ഏക്ക്, ഇതാണ് ആശയം. ഇതിൻ്റെ ലൈന് നമുക്ക് നോക്കണം, കവിതയിൽ നോക്കണം. ജൽത്താ ഹുവ ലാൽ കി ഭയാനക് സിത്താര ഏക്ക്, ഇതാണ് ആ വരികൾ നമ്മൾ എടുത്തെഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വായിക്കാം. അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് എന്താണ്? ഇസ്കി പൂർത്തി കരെ കവിതാക്ക ആശയിലേക്ക്, ഇതിൻ്റെ പൂർത്തിയാക്കുക. കവിതയുടെ ആശയവും കൂടെ നമ്മൾ ഇത് പൂർത്തിയാക്കിയതിന് ശേഷം എഴുതണം. ഓക്കെ, എന്താണ് എഴുതേണ്ടത് നോക്കാം. എന്താണ്? സാരി സംസ്കൃതിയാം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ സൈഡിൽ വിട്ടിട്ടുണ്ട്, അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ അടുത്തത് ഗംഗ, ഇരാവതി, മിനാം, നീൽ നദി, ആമസോൺ അവർ മിസൗരി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ മുകളിൽ ബഹുത്തെ ജീവൻ കി വേദന ഏക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏഷ്യ, യൂറോപ്പ് ഓർ അമേരിക്ക എന്നതിന് നേരെ സൈഡിൽ വിട്ടിട്ടുണ്ട്. ആ വിട്ട ഭാഗം നമ്മൾ പൂരിപ്പിക്കണം. ജനജനിക ചെഹര, സാരേ ഭൂഖണ്ഡ്, കഷ്ട് ദുഃഖ് സന്താപ് ഏക്ക്, മൃത്യു കാ ഗോൾ ധരാതൾ, അതിൻ്റെ മുകളിൽ വിട്ടിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. പിന്നെ സമ്പൂർണ്ണ ധർത്തി എന്നതിൻ്റെ മുകളിലും താഴെയും ഇട്ടിട്ടുണ്ട്. ജൽത്താ ഹുവ ലാൽ എന്നാണ് അവിടെ ചേർക്കേണ്ടത്, അതും കൂടെ. അപ്പം നമ്മൾക്ക് ചേർക്കേണ്ടത് എന്താ നോക്കാം. ഇവിടെ ചേർക്കേണ്ടത് മാത്രം നമുക്ക് വായിക്കാം.
നമ്മൾ നേരത്തെ ഇവിടെ ചേർത്ത് കൊടുത്തത് നമ്മൾ വായിച്ചു. ഇനി നമുക്ക് അവിടെ ചേർക്കേണ്ടത് എന്താണ്? മുകളിൽ ജിന്ദഗി കി ധാര ഏക്ക് എന്ന് ചേർത്ത് കൊടുക്കുക. ഇടത് സൈഡിൽ ജിന്ദഗി കി ധാര എന്ന് ഏക്ക് എന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തത് അതിൻ്റെ നേരെ താഴെ ഗോളിയോം കി ധൂപ് ഏക്ക് എന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ വലതുവശത്ത് ജനതാക്ക ദൾ ഏക്ക് എന്ന് കൊടുക്കുക. അതിന് നേരെ താഴെ സമ്പൂർണ്ണ ധർത്തി എന്നതിന് നേരെ താഴെ ജൽത്താ ഹുവ ലാൽ ഏക്ക് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. കവിതാക്ക ആശയിലികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കവിതയുടെ ആശയം നമുക്ക് നോക്കണം. അപ്പോൾ ആശയം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. जन जन का चेहरा मुक्ति बोध की कविता है. कवि कहता है कि कोई व्यक्ति चाहे किसी भी देश या प्रांत का निवासी हो, उन सब में समानता पाई जाती है. एशिया, यूरोप, अमेरिका सभी जगह सूर्य अपनी किरणें समान रूप से बिखेरता है. कष्ट अथवा दुख में व्यक्ति के चेहरे पर पड़ने वाले रेखाएं एक समान होती है. जोश में या ताकत में बंधी मुट्ठियों में एक समान होती है और उनका लक्ष्य भी एक होता है. सारे संसार में सूर्य एक है और अपनी रोशनी सभी चीजों पर समान रूप से बिखेरता है. അടുത്ത पैराग्राफ गंगा, इरावती, मीनाम, नाइल, अमेज़न, मिसौरी इन सब में अपार जल प्रवाहित होता रहता है. इनके जल में कोई मौलिक अंतर नहीं है. ये नदियाँ मनुष्य को निरंतर बढ़ते रहने की प्रेरणा देती है. ये नदियाँ प्यार और क्रोध दोनों का संदेश देती है. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ജനജനക ചെഹര മുക്തി ബോധക്ക് കവിത. ജനജനക ചെഹര എല്ലാ ജനങ്ങളുടെ മുഖം എന്ന് ഏക്ക് എന്ന് പേരായിട്ടുള്ള കവിത മുക്തി ബോധക്ക് കവിത. മുക്തി ബോധ എഴുതിയ കവിതയാകുന്നു. കവി കത്താഹേക്ക് ഈ കവിതയിൽ കവി പറയുകയാണ് കി എന്തെന്നാൽ കോയി വ്യക്തി ഏതൊരു വ്യക്തിയും ചാഹേ കിസി ബി ദേശ് ഒരുപക്ഷെ ഏത് ദേശത്താണെങ്കിലും പ്രാന്ത് ഏത് പ്രദേശത്തിലെ നിവാസിയോ വസിക്കുന്നവരാവട്ടെ ഉൻ സബുമേം അവരെല്ലാവരിലും സമാനത പായി ജാതി ഹേ സമാനതയാണ് കാണാൻ കഴിയുന്നത്. ഒരേ രൂപമാണ് കാണാൻ കഴിയുന്നത്. ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക ഏഷ്യയിലാണെങ്കിലും ഏഷ്യ ജന്മദേശമാണെങ്കിലും യൂറോപ്പ് ജന്മദേശമാണ്. അമേരിക്കയിലാണെങ്കിലും സബി ജഗഹ് എല്ലാ സ്ഥലങ്ങളിലും സൂര്യൻ അപ്പനീ കിരണേൻ തൻ്റെ രശ്മികൾ സമാൻ രൂപ സെ ബിഖേർത്തെ ഒരേ രൂപത്തിലാണ് ചിതറിക്കിടക്കുന്നത്. കഷ്ട് അഥവാ ദുഃഖമേം ദുഃഖത്തിൽ വ്യക്തിക്ക് ചെഹരേപ്പർ കഷ്ടപ്പാടിലും ദുഃഖത്തിലും വ്യക്തിക്ക് ചെഹരേപ്പർ വ്യക്തികളുടെ മുഖത്തിൽ പടിനേവാല ഉണ്ടാവുന്നതായ രേഖായും ചുളിവുകൾ ഏക്ക് സമാനോത്തിയെ ഒരുപോലെ തന്നെയാകുന്നു എന്നാണ് കവി പറയുന്നത്. ജോഷ്മേ യാ താക്കത്തിമേം ബന്തി മുട്ടിയം ഏക്ക് സമാനോത്തിയെ ആവേശത്തിൽ ചുരുട്ടുന്ന മുഷ്ടികളുടെ രൂപം, അതായത് അന്യായത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മുഷ്ടി ചുരുട്ടുന്നത്, അതും ഒരുപോലെ തന്നെയാണ്. അവർ ഉൻക ലക്ഷ്യബിയേക്കോത്തെ അവരുടെ ലക്ഷ്യവും ഒന്ന് തന്നെയാകുന്നു. സാരെ സംസാർമി ഈ ലോകം മുഴുവൻ ഉദിക്കുന്ന സൂര്യൻ ഒരുപോലെയാണ്. അവർ അപ്പനി രോഷ്നി തന്റെ പ്രകാശം സബീ ചീസോം പറ എല്ലാ വസ്തുക്കളിലും സമാൻ രൂപസേ ബിക്കേർത്തെ ഒരേപോലെയാണ് ചിന്നിച്ചിതറി കിടക്കുന്നത്. അടുത്ത പാരഗ്രാഫ് ഗംഗ, ഇരാവതി, മിനാം, നൈൽ, ആമസോൺ, മിസൗരി ഈ പറഞ്ഞ നദികളിലൊക്കെ ഇൻസബും എല്ലാ നദികളിലും അപാരമായിട്ടുള്ള ജലപ്രവാഹമാണ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് പ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരേ രൂപത്തിലാണ് വെള്ളം ഒഴുകുന്നത്. ഇൻകി ജൽമേ ഈ പറഞ്ഞ നദികളിലെ ജൽമേൻ വെള്ളത്തിൽ കോയി മൗലിക അന്തർനഹിഹെ യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള അന്തർനഹിഹെ അന്തരവും ഇല്ല, വ്യത്യാസവും ഇല്ല. ഈ നദികൾ മനുഷ്യനെ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബഡ്ത്തെ രേനയ്ക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണയാണ് നമ്മൾക്ക് നൽകുന്നത്. ഈ നദികൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവ പതറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നദിയാം പ്യാർ അവർ ക്രോധദോനവും ക സന്ദേശ ദേത്തിയെ ഈ നദികൾ സ്നേഹത്തിന്റെയും ക്രോധത്തിന്റെയും ഇവ രണ്ടിന്റെയും രണ്ടിന്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളെ ആക്ടിവിറ്റീസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആണ്, പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട്. അത് പാർട്ട് 1 ആണ്. ഇത് പാർട്ട് 2 നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. ഓക്കെ, എല്ലാവരും ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് നിർബന്ധമായിട്ടും ലൈക്കും കമൻറ്റും കൊടുക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട് 2 വരാം. താങ്ക് യു.